താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1702 ദിവസമാണ് ഇന്ന്. നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അറിവുകൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. ഡോക്ടർ കാട്ടാക്കടയിൽ റിജീസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. നമുക്ക് ഇതിനകം പല ക്ലാസ്സുകളും ഡോക്ടർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം വൾവോഡൈനിയ എന്നുള്ള വിഷയത്തിലാണ് നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കാനായി ഡോക്ടർ എത്തിയിട്ടുള്ളത്. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്രാർത്ഥന. ഡോക്ടർ നമുക്ക് നല്ല രീതിയിലാണ് പല ക്ലാസ്സുകളും നമുക്ക് എടുക്കാറുള്ളത്. ക്ലാസ്സുകൾ പല വ്യത്യസ്തമായ മറ്റാരും കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുവാൻ മടിക്കുന്ന വിഷയങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുകയും നല്ല രീതിയിൽ അതിനെക്കുറിച്ചെല്ലാം കേസുകൾ പറയുകയും എല്ലാം ചെയ്യുന്ന ഡോക്ടറാണ്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഡോക്ടർ റിജി റഷീദിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. മേഡം കേൾക്കാമോ? കേൾക്കാം, കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ഒരു ക്ലെൻസിങ് വേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ സ്ത്രീകള് എല്ലാ പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഇതൊരു വൾവോഡൈനിയ എന്ന് പറയുന്നത് ഒരു കടുത്ത വേദനയാണ്. പക്ഷെ ഇതിന്റെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഇതാണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഡോക്ടർമാരുടെ കൂട്ടത്തിലും ഇതാണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇതിനൊരു ചികിത്സ ആവശ്യമാണ്, ഇതിനായിരുന്നു എനിക്ക് ചികിത്സ വേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു അവയർനെസ് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ ടോപ്പിക് ഇടുമ്പോ തന്നെ ജൂനിയേഴ്സും അല്ലാതെ ഉള്ളവരും പല ലേഡി ഡോക്ടേഴ്സും പേഴ്സണലി അടുപ്പമുള്ള ലേഡി ഡോക്ടേഴ്സ് ചോദിച്ച ഒരു 4-5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ഞാനിവിടെ ആദ്യം ഷെയർ ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, അയ്യേ ഡോക്ടറെ ഇതൊക്കെ പറയാൻ വേണ്ടി ആൾക്കാർ വരുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയുമ്പം അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസേൺ, അല്ലെങ്കിൽ നമ്മൾ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ നാളെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് വിചാരിക്കൂലേ, ഓ ഇവർ ഇതിന്റെ ഡോക്ടർ ആണെന്ന് വിചാരിക്കൂലേ അന്ന് ചോദിക്കുന്ന ആൾക്കാർ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഡോക്ടർ നമ്മൾക്ക് നല്ല ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ മരുന്ന് വാങ്ങാൻ വരുമല്ലോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ അസുഖമൊക്കെയാണ് ഇങ്ങനെ ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോ അപ്പൊ മറ്റ് അസുഖക്കാരൊക്കെ വരുമോ, അപ്പൊ അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മറ്റുള്ളവർ വിചാരിക്കൂലേ ഈ അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത് എന്നുള്ളത്. 2. മൂന്നാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാല്, ഡോക്ടറെ നമ്മള് ഹോമിയോ ഡോക്ടർമാരല്ലേ, അപ്പൊ പിന്നെ ഈ വൾവോഡൈനിയ അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പം നമുക്കൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുക്കും ഒരു റിസൾട്ട് കൊടുക്കാൻ, അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ 5ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കുറച്ച് സീനിയേഴ്സ് ആയിട്ട്, അതായത് അവർക്ക് സമയമേ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തരത്തിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവര് പലരും മെസ്സഞ്ചറിലും വാട്സാപ്പിലും അല്ലാതെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഇനിയും കൂടുതൽ വായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ കമന്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൾവോഡൈനിയ എന്ന് പറയുന്നത് ഹോമിയോ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് എടുക്കാം എന്നുള്ളത് അതല്ല നമ്മളുടെ ആ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും, ഫോർ എക്സാമ്പിൾ റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഏതൊരു സ്ത്രീക്കും എപ്പോ വേണമെങ്കിലും ഈ ഒരു കണ്ടീഷൻ വരാം. അപ്പൊ നമ്മള് ഇന്നതൊക്കെയാണ് മാത്രം കാരണങ്ങൾ എന്നുള്ളതല്ല, ഇഡിയോപ്പതിക്കായിട്ടും നമുക്ക് വൾവോഡൈനിയയുടെ പെയിൻ നമ്മൾ ഇഡിയോപ്പതിക് കോസിലും എടുക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഏത് പ്രായത്തിലുള്ള ഇപ്പൊ 20s തുടങ്ങി 70s 80s വരെയൊക്കെ വേണമെങ്കിലും ഈ പെയിൻ നമ്മളെ കൂടെ നിൽക്കാം. അപ്പൊ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വൺസ് ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദീർഘകാലം ഒരു ലോങ് റണ്ണില് വരെയും ഇത് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെന്ന് പറഞ്ഞാല് ശരിക്കും ഒരു സ്ത്രീക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേദനയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ ആ വേദന നമ്മളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വന്ന് എനിക്ക് അവിടെ വേദനയാണ് എന്ന് പറയണം എന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ഒരു പേഷ്യന്റ് വന്നിട്ട് PCOD ആണ്, 38 or 39 ഇയേഴ്സ് ആണ് ഏജ്. അപ്പൊ ഇവര് വന്നിട്ട് ഇവർക്ക് സ്പോട്ടിങ്, അതായത് പീരീഡ്സ് എനിക്ക് ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഡോക്ടറെ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തുള്ളിയായിട്ട് ബ്ലഡ് വരുന്നുണ്ട്, പീരീഡ്സ് ആവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം യൂഷ്വലി നമ്മൾ അവര് കേസൊക്കെ എടുത്ത് നമ്മൾ പോകുമ്പം എന്തായാലും ലേറ്റസ്റ്റ് സ്കാൻ നമ്മൾ നോക്കണമല്ലോ. അപ്പൊ USG അബ്ഡമൻ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് പെൽവിസ് എന്നുള്ള USG അബ്ഡമൻ എഴുതി ബാക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ പേഷ്യന്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീങ്ങി ഇരുന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടറെ സ്കാൻ എടുക്കണോ ഡോക്ടറെ? അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, സ്കാൻ കുറച്ചു നാൾ മുമ്പല്ലേ എടുത്തത്, അപ്പൊ സ്കാൻ എടുക്കണമല്ലോ. അപ്പൊ ആ പേഷ്യന്റ് കുറച്ചും കൂടെ അതുവരെ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇരുന്ന ഒരു ലേഡിയാണ്. അപ്പൊ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് അവര് പറയാണ്, ഡോക്ടറെ എനിക്ക് കുട്ടികളില്ല, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമമൊന്നുമില്ല, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണുണ്ട്, അതില് വിഷമമില്ല, പക്ഷെ എനിക്ക് ഉള്ളിലെ സ്കാൻ എനിക്ക് പറ്റില്ല, വയറിന്റെ മുകളിലുള്ള സ്കാൻ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പൊ പിന്നെ ഉള്ളിലേക്കുള്ളത് എനിക്ക് സഹിക്കാനേ പറ്റില്ല ഡോക്ടർ, അതെനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ അവർ പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സിലിപ്പം ഡിസ്പെറിനിയ വരാം, അല്ലെങ്കിൽ വജൈനിസ്മസ് വരാം. ഇതിനകത്ത് നമ്മൾ അലീഡ് ഫാക്ടേഴ്സിൽ ഇത് രണ്ടും വരുന്നുണ്ട്. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ആക്ച്വലി വൾവോഡൈനിയാണ് ഇവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വേറെ ആളെ അവർക്കത് തിരുത്തി കൊടുക്കില്ലല്ലോ. എന്നാലും ഈ പറഞ്ഞ മാതിരി നമ്മൾ തിരിച്ചറിഞ്ഞത് ശരിയായോ ഇല്ലേ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗൈനക്കിന് ഒരു വിസിറ്റ് വിട്ട് തിരിച്ച് നമ്മളെ ഇങ്ങനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ എക്സാമിനേഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ. എനിക്കൊക്കെ സാദ് സാറിന്റെ എത്രയോ ചീത്ത കേട്ടിട്ടുണ്ട്, സാദ് സാറിന്റെ. കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ബെഡുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുമ്പോ ഒന്ന് അനങ്ങി ഒന്ന് എക്സാമിൻ ചെയ്ത അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കൂട്ടത്തിലായിരുന്നു ഞാനും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെ അല്ല എന്ന് പറയാൻ കാര്യം ഫിസിക്കൽ എക്സാമിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ക്ലിനിക്കിലെ ബെഡ് നമ്മൾ അത് അങ്ങനെ കീപ്പ് ചെയ്യുന്നത് അതിനാണ്. കിട്ടുന്ന ഓരോ കേസും പേഷ്യന്റ് ഇല്ല, തിരക്കില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, ആ കിട്ടുന്ന ആളെ നമ്മൾ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ മുഹമ്മദ് റഫീഖ് സാർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, ഇപ്പം ഈ ടോപ്പിക് ആണ് എന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴും സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ, അത് പറയാൻ വിട്ടു പോകരുത് എന്നുള്ളതാണ്. നമുക്ക് ഗ്ലൗസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ക്ലിനിക്കാണ് ഇപ്പൊ എല്ലാ ആൾക്കാരുടെ. അവിടെയും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫോ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൾവോഡൈനി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അണുബാധകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരാം. അപ്പൊ അത് ഈസ്റ്റിന്റെ പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ ബാക്ടീരിയൽ വജൈനോസിസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നോക്കുമ്പോ തന്നെ അവർക്ക് ആ ഒരു എന്താണ് പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടും. പക്ഷെ അത് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ചില ഡോക്ടേഴ്സ്, ലേഡി ഡോക്ടേഴ്സ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊരു കൺസേൺ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, ഡോക്ടർ ചിലപ്പോൾ ഇങ്ങനെ എക്സാമിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരും, ആ ഒരു ചിലർക്ക് പറ്റാറില്ല, അപ്പൊ ഛർദ്ദിക്കാൻ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം നിങ്ങൾ ഫിസിക്കൽ എക്സാമിനേഷൻ ആയിട്ട് വരുമ്പോൾ ആ വരുന്നതിന് മുമ്പേ ഇത്ര ഗൈഡ് ലൈൻസ്, ഇപ്പം ക്ലെൻലിനെസ് ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആ ഗൈഡ് ലൈൻസ് നിങ്ങൾ പാലിച്ചു വരിക, ഇങ്ങനെയാണ് നിങ്ങൾ വരേണ്ടത് എന്ന് നമ്മൾ ആദ്യമേ പേഷ്യൻസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ അവരത് കണക്കാക്കിയേ വരുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഫിസിക്കൽ എക്സാമിനേഷൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ഏരിയ ആണ്. പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഹർട്ട് ചെയ്യാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തന്നെ നമ്മളത് ചെയ്യണം.
ഒരു 4 years ബാക്ക് എനിക്ക് ഒരു പേഷ്യന്റ്, ഹസ്ബൻഡ് വൈഫും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനാണ് വന്നത്. അപ്പൊ അവര് പല സ്ഥലത്തും കാണിച്ചു, അതിന്റെ റെക്കോർഡ്സ് ഒക്കെ കയ്യിലുണ്ട്, പിന്നെ UST എല്ലാം കയ്യിലുണ്ട്. പക്ഷെ കേസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആക്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു പ്രോപ്പർ ആക്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് എക്സാമിൻ ചെയ്തപ്പോഴും അവര് വെർജിൻ തന്നെ ആയിരുന്നു എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഗൈനക് സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ആസ്പെക്ട്. ഇവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കയറി വരാൻ കാര്യം വേറൊന്നുമല്ല, ഇത് വൾഗോഡൈനിയ ഉള്ള കേസസിൽ അവരുടെ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നല്ല, ഒരു ഫാമിലി ലൈഫ് തന്നെ നമ്മൾ ഒന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭയങ്കരമായിട്ടും ഹോറിബിൾ ആയിരിക്കും. ആ ഒരു ഫാമിലി ലൈഫിൽ ഫിസിക്കൽ ആസ്പെക്ട് അല്ല, അത് പക്ഷെ കൊണ്ടെത്തിക്കുന്നത് ഡിവോഴ്സിലോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായ ഒരു അകലത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആ അകലം നമ്മൾ നന്നായിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് ആ ആസ്പെക്റ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ പ്രൈമറി ഇപ്പം നമ്മൾ വൾവോഡൈനിയ പറയുമ്പോൾ അത് നമുക്കറിയാം ഒരു ക്രോണിക് പെയിൻ ആണ്. എക്സ്റ്റേണൽ ഫീമെയിൽ ജെനിറ്റേലിയയിലാണ് ആ പെയിൻ വരുന്നത്. അപ്പം ഐഡന്റിഫയബിൾ കോസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ 3 മാസത്തിൽ കൂടുതൽ അവർക്ക് ആ വേദന അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഡൗട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മോൺസ് ഫീബസിൽ അല്ലെങ്കിൽ ലേബിയ മേജോറ, മൈനോറ, ക്ലിറ്റോറിസ്, വജീനൽ ഓപ്പണിംഗ്, ഇതിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ പറഞ്ഞ മാതിരിയുള്ള പെയിൻ അവർക്ക് വരാം. പിന്നെ ചില കേസസിൽ ഇപ്പം ഡെലിവറി സമയത്തൊക്കെ എപ്പിസോട്ടോമി ഒക്കെ ചെയ്തിട്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് വജൈനൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് അങ്ങനെയും ഈ പ്രശ്നം ഇവരിലേക്ക് വരാം. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് പോലെ തന്നെ ഇത് എന്ത് തീവ്രതയാണ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അനാൽജെസിക്സ് കൊടുക്കുന്നില്ല, നമ്മൾ ആന്റി ഡിപ്രസൻസ് കൊടുക്കുന്നില്ല, നമ്മൾ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഹാംഫുൾ ആയിട്ടതോ തൽക്കാലമായിട്ടുള്ള ഒരു പാലിയേഷനോ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കേസസിൽ ഹോമിയോപ്പതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഷുവർ ഷോട്ട് ആയിട്ട് ഹോമിയോപ്പതിയിൽ അവരെ ബേണിംഗ് സെൻസേഷൻ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും, ആ സ്റ്റിങ്ങിങ് ഫീലിംഗ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും, ആ ഏരിയയിൽ അവർക്ക് വരുന്ന ആ ഒരു ത്രോബിങ് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ വൾവോഡൈനിയ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ജനറലൈസ്ഡ് വൾവോഡൈനിയ, അതായത് ആ ഏരിയ ഫുൾ ആയിട്ട് വരുന്ന ഒരു വേദന നമുക്ക് അങ്ങനെ എടുക്കാം. അല്ല, ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് വൾവോഡൈനിയ കിട്ടാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ ഓപ്പണിങ്ങിന്റെ അവിടെ മാത്രം വരികയാണെങ്കിൽ അത് ആ വെസ്റ്റിബ്യൂളിൽ വരുന്നതാണ്. ക്ലിറ്റോറിസിലാണ് വരുന്നതെങ്കിൽ അത് ക്ലിറ്റോറോഡൈനിയാണ്. അതുപോലെ തന്നെ ഈ ജനറലൈസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ ഏരിയയിലും ഒരുമിച്ച് അവർക്ക് ആ ഒരു പെയിൻ വരുന്നത് മാത്രമല്ല, പിന്നെ യൂറിനറി ഓർഗൻസിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന തരത്തിൽ കാണാറുണ്ട്. അപ്പൊ ഒരു 10 to 28% ഓഫ് റീപ്രൊഡക്റ്റീവ് ഫീമെയിൽസിലും ഈ കണ്ടീഷൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും അങ്ങനത്തെ ആൾക്കാരുണ്ട്, പക്ഷെ നമ്മളത് ഡിഫൈൻ ചെയ്ത് പോകാത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞാല് നമ്മളൊരു മെഡിസിൻസിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ പേഷ്യൻസിനെ കൺവേ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ അവർ ഓൾറെഡി പെയിനിലാണ്. അപ്പൊ ആ പെയിൻ നമ്മൾ കൂട്ടുകയല്ല, ആക്ച്വലി നമ്മളത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കലി ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു പെയിൻ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് ആണ്, ഒരു എക്സലന്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടും. പിന്നെ നമ്മൾ സേഫ്, ജെന്റിൽ ആൻഡ് ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് ഹോർമോണൽ കണക്ഷൻ, ഈ അസുഖവും ഹോർമോണൽ കണക്ഷനുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബർത്ത് പിൽസ് ഒക്കെ എടുക്കുന്ന, കൺട്രോൾ പിൽസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മെനോപാസൽ ടൈം, മെനാർക്കെ ടൈം, അല്ലെങ്കിൽ പാർട്ടുറേഷൻ ടൈം, പോസ്റ്റ് മെനോപാസൽ ടൈം, അങ്ങനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ റിപ്രൊഡക്റ്റീവ് ഏജ് ഏതൊക്കെ തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ശരിക്കും ഒരു കുട്ടി, ഇപ്പൊ നമുക്കറിയാം 8 വയസ്സ് മുതലേ ഏർലി ആയിട്ട് മെനാർക്കെ വരുന്ന കേസസ് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മെഡിസിൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സും അതിന്റെയൊക്കെ ഒരു ഓവർ യൂസേജ്, കാൽഷ്യം സപ്ലിമെന്റ്സിന്റെ ഓവർ യൂസേജ്, പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഷുഗേഴ്സ്, അങ്ങനെ പല റീസൺസ് കൊണ്ടും, പിന്നെ ഇനാക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ ഇല്ലായിരിക്കും, അങ്ങനെയൊക്കെ വരുന്ന കേസസ് ഉണ്ട്. നമ്മൾ അറിയേണ്ടത് ആ പ്രായം മുതൽ നമ്മൾ ഓരോ സ്റ്റേജ് ക്രോസ്
ചെയ്ത് പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നുണ്ട്. ആ ഹോർമോണൽ ഇംബാലൻസസ് എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും അതിൽ എന്തൊക്കെ കൂടുന്നു കുറയുന്നു ആ സമയത്ത് വരുന്ന സിംറ്റംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വൈഡൈനായിട്ട് വരുന്ന ഏത് പ്രായക്കാരായിക്കോട്ടെ നമ്മൾ കുറച്ചൊന്ന് കാം ആൻഡ് കൂൾ ആയിട്ട് കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാനേ സാധിക്കില്ല. അതായത് ഒരു സെക്ഷൽ അബ്യൂസിന്റെ ഒരു ഹിസ്റ്ററി അവർക്കുണ്ടായിരിക്കും. ചിലപ്പം ജൂനിയർ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരത് പറയാൻ മടിച്ച് ആ ഒരു നമുക്കത് മനസ്സിലാവും. അപ്പം ജസ്റ്റ് നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക. ഇവര് മാത്രം വർത്താനം പറയുന്ന സമയത്ത് പറയാറുണ്ട് എനിക്കിങ്ങനെ. ഇപ്പൊ ക്ലിയർ ആണോ മാഡം? ഇപ്പൊ സൗണ്ട്. ഓക്കെ. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് ഒരു ഹോമിയോ ഡോക്ടർ മെയിലാണ്, അവർ ജൂനിയർ ഡോക്ടറാണ്. അപ്പം പുള്ളി ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ മടിച്ചു എന്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ? അത് ചെറുപ്പത്തില് എനിക്കൊരു 12-13 വയസ്സൊക്കെ ഉള്ള സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ ബാക്കി ആ ഒരു മിസ്യൂസ് അല്ലെങ്കിൽ അബ്യൂസ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അതിനുശേഷം എനിക്ക് ക്ലോസ്ഡ് റൂംസ് പേടിയാണ്, അല്ലെങ്കിൽ ഇരുട്ട് പേടിയാണ്, അല്ലെങ്കിൽ ടൂറൊക്കെ പോകുമ്പം എനിക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെനിക്ക് ഓർമ്മ വരും. അങ്ങനെ ഇനി ഒരു 50 ക്രോസ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു നമ്മളൊരു 50 പേരെ ഇപ്പം എനിക്കറിയുന്ന ഒരു 50 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 5 പേരെങ്കിലും ഉറപ്പായിട്ടും ഈ പഴയ ഹിസ്റ്ററീസ് അത് ഒരു ആക്ച്വൽ സെക്ഷൽ ആക്ട് തന്നെ ആയിരിക്കണം എന്നില്ല. അറ്റംപ്റ്റ് ആണെങ്കിലും അവർക്ക് ആ ഒരു തോട്ട് പെയിൻഫുൾ തന്നെയാണ്. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വരുന്ന ഒരു 12 വയസ്സുള്ള മോളാണ്. ആ മോള് ഞാനിങ്ങനെ കൊച്ചിന് പെട്ടെന്ന് മൗനം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പം ഈ കൊച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ ആന്റി അത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ബ്രസ്റ്റിന്റെ സൈഡില് ഒരു കസിൻ വന്നിട്ട് ഇതൊന്ന് അമർത്തി, അതാണ് വേറെ ഒന്നുമില്ല, അമർത്തി. അപ്പൊ ഈ കൊച്ചു കൈ തട്ടി മാറ്റി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു മോളെന്താ അത് വീട്ടിൽ പറയാത്ത എന്താ? അല്ല ആന്റി അത് കഴിഞ്ഞല്ലോ. പിന്നെ പക്ഷെ എനിക്ക് അപ്പൊ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, പിന്നെ ആലോചിക്കുമ്പോ എനിക്ക് ഷെയിമാണ്. അപ്പൊ ഇത്തരം കേസസ് അപ്പൊ നമ്മളൊരു നല്ല കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഹിസ്റ്ററി ഓഫ് സെക്ഷൽ അബ്യൂസ് ഉണ്ടോ എന്നുള്ളത്. അത് അവരെ ഹർട്ട് ചെയ്യാത്ത തരത്തിൽ നമ്മളത് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഭയങ്കരമായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇരുന്ന് ഈ വർത്താനം പറയുന്നുണ്ട്, ഏകദേശം 1 മണിക്കൂർ ഇരുന്നാണ് നമ്മളിത് വർത്താനം പറയുന്നത്. മീൻസ് ഈ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവർക്ക് പ്രൊലോങ്ഡ് സിറ്റിംഗ് പറ്റില്ല. ആ പ്രൊലോങ്ഡ് സിറ്റിംഗ് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ നീറ്റലും കാന്തലും വേദനയും ഇങ്ങനെ പുണ്ണിരിക്കുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാല് ചേർത്ത് വെച്ചാലും പ്രശ്നമാണ്, അല്ല അകറ്റി വെച്ചാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോണ പോലെ തോന്നും പക്ഷെ എന്നാ ഞാൻ പോവാറില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഡോക്ടറെ, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും എന്റെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും വന്ന് എന്റെ ദേഹത്തൊന്നും ഇങ്ങനെ തൊടുന്നത്. ആക്ച്വലി ഇവർ പലപ്പോഴും അതായത് ഇവർ ഒറ്റപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് PTSD ആണ്. നമുക്കറിയാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ് പിന്നെ വരുന്ന ഒരു ഇത്. പിന്നെ ഇതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റിനയിലൊക്കെ പറയില്ല, ഒരു സ്ലൈറ്റസ്റ്റ് ടച്ച് പോലും അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഏരിയയിൽ ഇപ്പൊ സ്ലൈറ്റസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫിസിക്കൽ ആക്ട് എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴോ അല്ലാതെയൊക്കെ അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം ആവശ്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു സ്ലൈറ്റസ്റ്റ് ടച്ച് അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്റർകോഴ്സ് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയാ റിലീജിയസ് ആസ്പെക്റ്റിലാണെങ്കിലും ഈ കാലഘട്ടത്തിലും പല റിലീജിയസ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മളുടെ ലേഡീസ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫോർ ദ പ്ലഷർ ഓഫ് ദെയർ പാർട്ട്ണർ. അതായത് അവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഷർ ആണ് ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നൊരു ആക്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് എപ്പോഴാണോ അങ്ങനെ തോന്നുന്നത് ആ സമയത്ത് അതിന് വില്ലിങ് ആവേണ്ട ആൾക്കാരാണ് ലേഡീസ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് ഇപ്പോഴും അങ്ങനെ അതും അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതായത് അടുത്തൊരു തലമുറ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ആ ഒരു മെറ്റീരിയൽ ആണ് സ്ത്രീകൾ എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ കൂട്ടത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഒരു ഫോർപ്ലേ ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു അവർക്ക്
ഒരു മെയിലിന് ആ ഒരു നീഡ് വരുന്ന സമയത്ത് മാത്രം ആ ഒരു ആക്ട് ഇനാക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുക എന്നുള്ള ആ ഒരു രീതിയിലുണ്ട്. അപ്പൊ അത് ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ കപ്പ്, മെൻസ്ട്രൽ കപ്പ് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കപ്പ് ഇവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സാനിറ്ററി നാപ്കിൻ തന്നെ പ്രശ്നമായിരിക്കും, ടാമ്പോൺസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ അത് പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ടൈറ്റ് ക്ലോത്ത്സ് ഇട്ടിരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കും അവർക്ക്. പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ പ്രൈമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇത് 15th ഇയർ ആണ്. ഈ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്കും നമ്മൾ കാണുമ്പോൾ നല്ല, അതായത് അപ്ഡേറ്റഡ് ആണ്, ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ആക്സസറീസിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നർ, അവർ ഉപയോഗിച്ചേക്കുന്ന ഇന്നർ എന്നോ എപ്പോഴോ വാങ്ങിയതായിരിക്കും. അതായത് ഒരു 4 ആൾക്കാരുടെ ഇടയിൽ അത് സ്വന്തം വീടിന്റെ അയലാണെങ്കിൽ പോലും അതൊന്ന് പബ്ലിക് ആയിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. കാര്യം ഒരാൾ കണ്ടാൽ അയ്യേ എന്ന് പറയുന്ന തരത്തിൽ ആ ഒരു അൺഹൈജീനിക് ആയിട്ട് തന്നെ ആയിരിക്കും അത് ഉണ്ടായിരിക്കാം. നമ്മൾ പറയാം, നമ്മളിപ്പോ ബ്രഷ് ഉപയോഗിച്ചാൽ ഒരു 3 months അല്ലെങ്കിൽ 6 months ആകുമ്പോൾ ടൂത്ത് ബ്രഷ് നമ്മൾ മാറ്റണമല്ലോ. അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് നമ്മൾ പുറമേ കാണിക്കുന്നതല്ല, ഉള്ളിലുള്ളത് നമ്മൾ അതാത് കാലഘട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രൊലോങ്ഡ് സിറ്റിംഗ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഷനോ പില്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് നോക്കി നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെനുലസ് ആയിട്ടുള്ള എക്സസൈസസ് ഇവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒബീസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയാ, ഇവര് നമ്മൾ എക്സസൈസ് അഡ്വൈസ് ചെയ്യുമ്പോൾ സ്ട്രെൻലെസ് ആയിട്ടുള്ള എക്സസൈസ് അഡ്വൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പൊ സൈക്ലിങ് അതുപോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ കോസസിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്നതാണ് കാരണം എന്ന് ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു കാരണം പറയാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഉള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ട് അവർക്ക് വന്നിട്ടുള്ള വൈജനൽ ഇൻഫെക്ഷൻസ്, ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസോ അങ്ങനെ വരുന്ന ഒരു ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഇൻഫ്ലമേഷൻസ്, അല്ലെങ്കിൽ ഇഞ്ചുറിയോ നെർവ് ഡാമേജോ, വൾവാർ ഏരിയയിലുള്ള ആ ഒരു നെർവ് സപ്ലൈക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ ഡാമേജോ വന്നാൽ, പിന്നെ നമ്മളെ പെൽവിക് ഫ്ലോർ മസിൽസ് കൊണ്ട് വന്നിട്ട് ഇൻഫ്ലമേഷൻ വരികയാണെങ്കിൽ, പിന്നെ ചില ഫുഡ് അലർജീസ് certain ഫുഡ്സ് ഓർ കെമിക്കൽസ്, ആ അലർജി കൃത്യമായിട്ട് ഇവർക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുമ്പോൾ, സ്കിന്ന് നമ്മുടെ ബോഡിയിൽ എവിടുത്തെ സ്കിൻ വേണമെങ്കിലും നമുക്ക് സെൻസിറ്റീവ് ആവാമല്ലോ. അപ്പൊ ആ ഏരിയയിലുള്ള ഒരു സെൻസിറ്റീവ് സ്കിന്ന് നമുക്ക് എടുക്കാം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വന്നിട്ട്, അതായത് വൾവാർ ഏരിയയിൽ വന്നിട്ട് ചില കേസസിൽ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് അവിടെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയും വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും നെർവ് ഇൻഫെക്ഷനോ ഇഞ്ചുറിയോ ഒക്കെ വരുന്ന ടൈമിൽ അവരുടെ ഒരു ഓവർ റിയാക്ഷൻ കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഉള്ളത് പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആയി കഴിഞ്ഞാൽ വരാറുണ്ട്. പിന്നെ നമ്മൾ മിക്കവാറും ഡിസീസസിൽ നമ്മൾ പറയുന്ന പോലെ ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് അതങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ റീസൺ നമ്മൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആപ്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ പോലും ഒരു ഓവറോൾ ഐഡിയ പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. സിംറ്റംസും അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മളുടെ ഡ്യൂട്ടിയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ വേദന, അതുപോലെ കൊള്ളുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ മുറിവ് പോലത്തെ വേദന, പുന്നിരിക്കുന്ന പോലത്തെ വേദന, കാന്തല്, കടച്ചില്, അങ്ങനെ പലതരത്തിലുള്ള അത് അവർ പറയാറുണ്ട്. പിന്നെ ഡിസ്പെരിനിയ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ ഡിസ്പെരിനിയ കേസസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കുറെയൊക്കെ കറങ്ങിയിട്ടായിരിക്കും ഇവര് നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പൊ ഇപ്പൊ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും പലതരത്തിലുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നാടൻ വഴികളൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ കുളമൊക്കെ ആക്കിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളിപ്പം ഡിസ്പെരിനിയ അല്ലെങ്കിൽ വജൈനിസ്മസ് അല്ലെങ്കിൽ നമ്മളെ വൾവോഡൈനിയ ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ
അങ്ങനെ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യേണ്ടത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ, അസാധ്യ ചൊറിച്ചിൽ. എല്ലാവർക്കും ചൊറിച്ചിൽ വരണമെന്നില്ല, പക്ഷെ ചൊറിച്ചിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അസാധ്യ ചൊറിച്ചിലായിരിക്കും ഇവർക്ക് ഈ ഒരു ഇതിൽ വരിക. അങ്ങനെ ചൊറഞ്ഞ് ചൊറഞ്ഞ് ആ ഭാഗം ഇങ്ങനെ നന്നായിട്ട് ചൊല്ലിയതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. എനിക്കൊരു സെയിൽസ് ഗേൾ, ലാസ്റ്റ് മന്തിൽ എനിക്കൊരു സെയിൽസ് ഗേൾ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് എനിക്ക് അവരെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഡോക്ടറെ ചില ദിവസം ചൊറിച്ചിൽ സഹിക്കാൻ പറ്റില്ല ഡോക്ടറെ, എനിക്ക് അങ്ങ് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതാവുമ്പോ ഞാൻ നാരങ്ങ എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യും ഡോക്ടറെ. അതായത് നാരങ്ങ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് റബ്ബ് ചെയ്ത്, അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ അങ്ങനെ റബ്ബ് ചെയ്യുമ്പോ അപ്പൊ അവർ പറയാണ് അതിങ്ങനെ റബ്ബ് ചെയ്ത് വരുമ്പം എനിക്ക് അങ്ങ് അടരും ഡോക്ടറെ, അടരുന്ന നീറ്റൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം കിട്ടാറുണ്ട്. പിന്നെ ഇങ്ങനെ വലിയ വലിയ ആശുപത്രികളിൽ പോയി ചികിത്സ എടുക്കാനുള്ള പൈസയൊന്നും ഇല്ല. ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചു പോയി, 3 മക്കളുണ്ട്, അവരെ പഠിത്തം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരും ഇങ്ങനെ കംപ്ലീറ്റ്ലി ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേമാതിരി ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആ എമൗണ്ട് അങ്ങനെ തന്നെ തരുന്ന അങ്ങനത്തെ കേസസ് ഒന്നും എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, അഫോർഡബിൾ ആയിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രൊലോങ്ഡ് സിറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരെ വന്നിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ഇത്ര സമയം ഇനി രാവിലെ കയറിയിട്ട് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുള്ളൂ അങ്ങനെയൊക്കെ വരുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്, യൂണിഫോം മാൻഡേറ്ററി ആയിട്ടുള്ള ജോലികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്നവരോട് ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ടൈമിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ വാഷ്റൂമിൽ മീൻസ് ഒരു അണ്ടർ ഗാർമെന്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വാഷ്റൂമിൽ ഒന്ന് അവിടെ ഒന്ന് ഡ്രൈ ആക്കി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ വരും, അപ്പൊ പറയാം. പിന്നെ ഇതാണ് കോമൺലി നമുക്ക് കിട്ടുന്ന ആ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ അത്ര കോമൺ അല്ല എങ്കിൽ പോലും വേറെ ചില പ്രസന്റേഷൻസിൽ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഇപ്പം ഈ ആ ഒരു ഏരിയ മാത്രമല്ല, അതിന്റെ അഡ്ജസന്റ് ഏരിയാസിലും ഇങ്ങനെ വേദന വരുന്ന കേസസ് നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഒരു എൻറ്റയർ ജെനിറ്റാലിയ ഫുൾ ആയിട്ടോ ഏനസ് റീജിയനിലോ ബ്ലാഡറിലോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കേസസ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഇന്റർസ്റ്റിഷ്യൽ സിസ്റ്റൈറ്റിസ് വരുന്ന കേസസ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ബ്ലാഡർ സിൻഡ്രോം ആണ് നമുക്ക് അതിൽ കിട്ടുക. പിന്നെ ഡിസ്മെനോറിയ, ആ ഡിസ്മെനോറിയ ടൈമിൽ ഇവർക്ക് നോർമലി ഉള്ള ഡിസ്മെനോറിയ നമുക്ക് അറിയാലോ, ആ ഡിസ്മെനോറിയ ടൈമിൽ വന്നിട്ട് ഇവർക്ക് ഒട്ടുമേ താങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നമുക്ക് വരുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഏറ്റവും പ്രൈമറി ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ കോൾഡ് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കോൾഡ് കംപ്രഷൻ കൊടുക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഈ വൾവോഡൈനിയ കേസസിൽ അവർക്ക് അത് പറ്റില്ല, അവർക്കത് അഭികാമ്യമല്ല. അത് നമ്മൾ അത് അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മൾ പെയിനിന്റെ ലൊക്കേഷൻ എവിടെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് പെയിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ നാച്ചർ ആൻഡ് എക്സ്റ്റെന്റ് നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പെൽവിക് എക്സാമിനേഷന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് നിർബന്ധമാണ്, പിന്നെ നമുക്കറിയാം ആൻഷ്യസ് ഓഫ് ദെയർ ഹെൽത്ത്, ദെയർ ഡിസീസസ്, ദെയർ സിംറ്റംസ്, അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് വരുന്ന കേസസ് ഉണ്ട്. എത്ര ടെസ്റ്റ് ചെയ്താലും അവർക്ക് മതിയാവില്ല, അല്ലെങ്കിൽ ഡോക്ടർ എത്ര അഷുറൻസ് കൊടുത്താലും അവർക്ക് മതിയാവാത്ത ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗൈനിക് എക്സാമിനേഷന് സ്പെഷ്യലായിട്ട് വിടാം, അല്ല നമുക്ക് തന്നെ ചെയ്യാമെങ്കിൽ കോട്ടൺ സ്വാബ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഡിസ്ചാർജസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അതിനെ കുറിച്ച് ബാക്കി അവരോട് പറയാൻ സാധിക്കും. എല്ലാ കേസസിലും ഡിസ്ചാർജ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മോഡേൺ മെഡിസിന്റെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും അവര് സർജറി അല്ലെങ്കിൽ ലേസർ തെറാപ്പി അങ്ങനെ അല്ലെങ്കിൽ ഹോർമോണൽ തെറാപ്പി അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ പ്രൈമറി ആയിട്ട് അവര് അനാൽജസിക്സ് കൊടുക്കാറുണ്ട്, ആന്റി കൺവൾസൻസ് കൊടുക്കാറുണ്ട്, ആന്റി ഡിപ്രസൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രെസ്ക്രിപ്ഷൻ പുറത്തുനിന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാർ ഉണ്ടല്ലോ, നമുക്ക് ആ പേഷ്യന്റിന്റെ ആ ഒരു കോൺഫിഡൻസും, അതായത് നമ്മളെ കാണാൻ വരുമ്പോൾ ഈ ഡോക്ടർ മതി, അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്താണോ അവർ കൊണ്ടുവരുന്നത്, അവർ കഴിച്ചിട്ട് വന്ന ആ മരുന്ന് നമ്മളെ കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ബ്രാൻഡ് നെയിംസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാങ്കിൽ പോലും ജനറിക് നെയിംസും
പ്ലസ് അത് എന്തിനു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ സൈഡ് ഇഫക്ട്സ് ഇങ്ങനെയൊക്കെയാണ് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ അവരെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് കഴിക്കുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു പെയിൻ ഉള്ള ഒരാൾ, ക്രോണിക് പെയിൻ ഉള്ള ഒരാൾ അനാൽജസിക്സ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ മാത്രമേ അത് നിൽക്കുള്ളൂ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രൊലോങ്ഡ് യൂസിൽ നിങ്ങൾക്ക് കിഡ്നിയിൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ലിവറിൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു നോസിങ് അതുകൊണ്ടായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തലകറക്കം അതായിരിക്കാം, വീക്ക്നെസ് അതായിരിക്കാം. അങ്ങനെ നമുക്ക് ഇപ്പൊ എയുടെ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് പറഞ്ഞു കൊടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡയറ്റിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ എത്തുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓക്സലേറ്റ് കൂടുതലായിട്ടുള്ള, ഇപ്പൊ നമ്മളെ ചീര പോലെ പീനട്സ്, ബീറ്റ്റൂട്ട്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഓക്സലേറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരക്കാർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 100% അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ വേറെ കുറെ പഠനങ്ങൾ അത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈജീനിക് മെഷേഴ്സിലോട്ട് പോകുന്നു. ഹൈജീനിക് മെഷേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സിന്തറ്റിക് അണ്ടർ ഗാർമെന്റ്സിന്റെ കട്ട് ചെയ്യുക, കോട്ടണിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അവിടെയും ചില പേഷ്യൻസിന് കോട്ടൺ അലർജിക് ആയിട്ട് ഉള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ പറയുമല്ലോ വൃത്തിയായി സൂക്ഷിക്കണം, നന്നായി കഴുകണം എന്ന് പറയുമല്ലോ. ആ കഴുകുന്ന സമയത്തും ഇപ്പം ഞാൻ സാധാരണ വീണ്ടും വീണ്ടും പറയാറുണ്ട്, അതായത് ട്രിപ്പിൾ റിൻസ് പറയാറുണ്ട്. ട്രിപ്പിൾ റിൻസ് അത് അവരത് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ട്രിപ്പിൾ അല്ല അതിനേക്കാൾ കൂടുതൽ റിൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നാലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 തവണയെങ്കിലും, അതായത് ചെയ്യാത്ത ആൾക്കാരോടാണ് അപ്പൊ നമ്മൾ എത്ര നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ട്രിപ്പിൾ റിൻസ് അതിനകത്ത് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെഷീൻ വാഷ് ഇപ്പൊ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ നമുക്ക് മണം, അതായത് എങ്ങനെയായാലും കുഴപ്പമില്ല, ഏത് തരത്തിലുള്ള മണമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ മണത്തോണ്ടിരിക്കണം എന്നുള്ള ഒരു ഫീലുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ടിവിയിലും ഒക്കെ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. ഫാബ്രിക് സോഫ്റ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല. അതായത് വൾവോഡൈനിയ കേസസിൽ നമ്മൾ എത്ര നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താലും ഈ പറഞ്ഞ പോലെ ഫാബ്രിക് സോഫ്റ്റ്നേഴ്സ് ഉപയോഗിക്കുന്ന കേസസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടൂല. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വാഷസ്, ഓയിൽസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് വരുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ എന്താ ഡ്രൈനെസ് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ട്, സലൈവ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഇത് അവർക്ക് നമ്മളും കൂടെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്ക് വേറെ ആരും പറഞ്ഞു കൊടുക്കാനില്ല. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി. അതിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ചൂടുവെള്ളത്തിന്റെ കാര്യം അത് ബാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ കോഴ്സ് ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ, ആ ഇന്റർ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവര് അതായത് അവിടെ വാഷ് ചെയ്ത് നീറ്റാക്കുക എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഇന്റർ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കഴിവതും യൂറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇന്റർ കോഴ്സിന്റെ സമയത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അത് അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളത്, അത് ഇപ്പൊ ഈ അസുഖമുള്ള ആൾക്കാരിലല്ല, ഇത് ഏതൊരു ഫീമെയിലിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇത്തരക്കാർക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു സാഹചര്യം, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു ലേഡി, അവർ വർക്കിംഗ് ആയിക്കോട്ടെ അല്ലാതെ ഒരു സാധാരണ വീട്ടമ്മ ആയിക്കോട്ടെ, അവർ ഒരു ദിവസം കടന്നു പോകുന്ന ആ ഒരു മാനസിക സംഘർഷത്തിന്റെ തോത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പബ്ലിക് ഫിഗേഴ്സ് നമുക്ക് ഫീൽ ചെയ്യും ദേ ആർ ഓക്കെ, അവർക്ക് എന്തിന്റെ കുറവാണ്, അവർക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. പക്ഷെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പം ഒരു 6 months ബാക്കാണ് നമ്മൾ സിനിമയിലൊക്കെ ഭയങ്കര, അതായത് ആ ഡയലോഗ്സ് ഒക്കെ കേട്ട് നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന തരത്തിലുള്ള ഒരാള്. ഓക്കെ, പുള്ളിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഡോക്ടർ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പുള്ളി സംസാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യോ ഈ മനുഷ്യനും ഇത്രയും പ്രശ്നങ്ങൾ, സീരിയസ്ലി ഈ മനുഷ്യനും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇതൊരു നിസ്സാര കാര്യമല്ലേ? അപ്പൊ ഇത് ഇയാൾക്ക് കോപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലേ? അപ്പൊ പിന്നെയാണോ ഇയാൾ ഇങ്ങനെ നമ്മളെ ഇത്രയും കാലം ഡയലോഗുകൾ കൊണ്ട് ഇങ്ങനെ കോരിത്തരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നൊരു ഫീൽ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ കേസ് വരുമ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ നമുക്കത് അപ്പൊ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ള, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് വേദന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. നമുക്ക് ഭാഷ ഒരു തടസ്സമേ അല്ല. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ക്ലിനിക്കില് എന്റെ ക്ലിനിക്കിന്റെ ഓപ്പോസിറ്റ് ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ ചില ദിവസം എല്ലാ ദിവസവും ഞാൻ അപ്പൂപ്പനും ഒരു ചായ ഒരുമിച്ച് കുടിക്കും. അപ്പൊ ആ അപ്പൂപ്പൻ ഇടയ്ക്ക് എന്റെ അടുത്ത് ചോദിക്കും, ഇന്ന് തിരക്കൊന്നും ഇല്ല അല്ലേ മക്കളെ? അപ്പി ഇന്ന് വെറുതെ ഇരിക്കുവായിരുന്ന? ഞാൻ ചോദിക്കും എന്ത് പറ്റി അപ്പൂപ്പ? ഞാന് അവിടെ വെളിയിൽ നിന്ന് നോക്കിയപ്പോ ആൾക്കാരെയൊന്നും ഇന്ന് അങ്ങനെ കണ്ടില്ല കേട്ടാ എന്ന് പറയാം. അപ്പൊ ഞാൻ പറയാം അത് കുഴപ്പമില്ല അപ്പൂപ്പ, ഓൺലൈൻ കേസ് ഉണ്ട്. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ്ലൈൻ കേസസിനേക്കാൾ എനിക്ക് അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ്ലൈൻ കേസസിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ റെസ്പെക്ട് എക്കണോമിക്കലി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഠിക്കാൻ ശ്രമിക്കുക ഓൺലൈൻ കേസസ് ആണ്. പല രാജ്യത്തു നിന്നുള്ള നമ്മൾ ആ ലാംഗ്വേജും ഈ പറഞ്ഞ മാതിരി കുറെയൊക്കെ പിന്നെ IFPHന്റെ അടുത്തും ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു ആ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഡിഫറെന്റ് ടോപ്പിക്സ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഹോമിയോപ്പതിയിൽ അതിൽ എഫിക്കസി ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ വന്ന് പറഞ്ഞു പോകുന്നതായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം, മേ ബി ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ IFPHന്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഏറ്റവും കുറഞ്ഞത് എനിക്കൊരു 3 to 5 പേഷ്യൻസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ വളരെ ഓപ്പൺലി സംസാരിക്കുന്നതാണ്. ഇതൊരു നല്ല അവസരമാണ്, കിട്ടാറുണ്ട്. പിന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കൊണ്ട് ഗ്യാപ്പ് വരുന്നു, ക്ലാസ്സിൽ ഗ്യാപ്പ് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മളെ പോസ്റ്റേഴ്സ് കാണുമ്പോഴായിരിക്കും പല പേഷ്യൻസും തിങ്ക് ചെയ്യുക, ഓ ഈ അസുഖത്തിന് മരുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ചികിത്സിക്കാൻ പോവാം എന്ന് നമുക്ക് തോന്നാം. ഞാൻ പണ്ടെങ്ങാണ്ട് അസൂയയുടെ ഒരു ക്ലാസ് എടുത്തിരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ചേച്ചി ആദ്യമായിട്ടാണ് അതുവരെ എന്റെ ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് നോക്കാത്തൊരു ചേച്ചി എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, അതെ മോളെ ഞാൻ വന്നതേ എനിക്ക് വേറെ അസുഖമൊന്നുമില്ല, ഞാൻ കിംസിലാണ് കാണിക്കുന്നത്, എനിക്ക് പോളിസി ESA എല്ലാം ഉണ്ട്, എന്നാലും ഞാൻ കിംസിലേ പോവുള്ളൂ, എനിക്ക് അസൂയയുടെ മരുന്ന് വേണം കേട്ടോ, എന്റെ നാത്തൂന്റെ അടുത്താണ് എനിക്ക് ആ പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ പ്രൗഡാണ്, ഞാൻ അത്ര സന്തോഷത്തിലാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പിക്കിൽ ഡയറ്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി ഇത് ഓക്സിലേറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇത്തരക്കാർക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് അവർക്ക് ഇതെടുക്കാം. അപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്കിപ്പോ അവക്കാഡോ, ബനാന, മാങ്ങ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഒക്കെ നമുക്ക് തലേ ദിവസം രാത്രിയിൽ ഒരു കിണ്ണത്തില് ഒരു ബൗളില് ഈ റൈസിൻസിന്റെ അടിഭാഗം മാത്രം നനയുന്ന തരത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് രാവിലെ ആകുമ്പോൾ അതിങ്ങനെ ആ വെള്ളം കുടിച്ച് അതിങ്ങനെ വീർത്തിരിക്കും. അത് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 7 എണ്ണം വെറും വയറ്റിൽ അവരെടുത്ത് കഴിക്കാൻ പറയാം. നല്ല നല്ല റിസൾട്ട്. കാര്യം അവർക്കൊരു തുടുപ്പും ഈ ഇന്റേണലി മാത്രമല്ല അവർ മൊത്തത്തിൽ കുറച്ചൊരു ഒരു തുടുപ്പ് അവർക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാബേജ്, കുക്കുംബർ, മഷ്റൂംസ് ഇതൊക്കെ നമുക്ക് അവരെടുത്ത് എടുക്കാൻ പറയാം. പിന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിന്റെ അടുത്തും പറയുന്ന പോലെ നമ്മൾ കൃത്യമായി പറയുകയും അവരും അത് അനുസരിക്കാറില്ല, നമ്മളും അത് ചെയ്യാറില്ല. അങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഉണ്ടല്ലോ. അതെന്താണ്? കഫേൻ യൂസ് ചെയ്യരുത്, പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കരുത്, പിന്നെ ഷുഗറിന്റെ ഇൻടേക്ക് കുറയ്ക്കണം, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് എടുക്കരുത്, ലൈക്ക് സെയിം പ്രോസസ് ഒക്കെ ആ ചടങ്ങൊക്കെ നമ്മൾ ഇവിടെയും ആവർത്തിക്കും. പിന്നെ എക്സസൈസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, സ്ട്രെങ്ലെസ് എക്സസൈസ് ഒന്നും ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കെഗൽസ് എക്സസൈസ്, ഫീമെയിൽ കെഗൽസ്, മാനുവൽ കെഗൽസ് എക്സസൈസ് ചെയ്യിപ്പിക്കണം. അത് നല്ലതാണ്, അവിടുത്തെ മസിൽസ് റിലാക്സ് ആവും. പിന്നെ ഒരു പെൽവിക് ഫ്ലോറിന്റെ ഒരു നോർമൽ ഹെൽത്ത് അവർക്കത് അറിയില്ല എങ്കിൽ നമുക്ക് തന്നെ പതിയെ 1-2 ദിവസം എടുത്ത് നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പം അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സർവീസിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റിന്റെ ഭാഗമാവൂ എന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാവൂ എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമുക്ക് 100% ശരിയാണ് എന്ന് ബോധ്യമുള്ള ഒരു കാര്യം നമുക്ക് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. അതിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. നിലവിൽ ഞാൻ ഒരു പ്രോജക്റ്റിന്റെയും ഭാഗമല്ല. പക്ഷെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറയാണ്, ഏറ്റവും കുറഞ്ഞത് ഒരു 10 to 12 MLAs അവർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ്, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷനോ എന്തെങ്കിലും ഒരു ആലോചന അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും എനിക്ക് വരാറുണ്ട്.
ഡോക്ടർ ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, കാര്യം എന്നെക്കാൾ അറിവുള്ള ഒരുപാട് പേര് അവർക്കറിയാം. ഓക്കെ, അവര് അതിൽ അറിവ് കൂട്ടാനല്ല എന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് വന്നാൽ അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ അത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും, നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും 100% ശരി മാത്രമേ നമ്മളെ തേടി വരൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും സക്സസ് കേസസും ഫെയിലിയർ കേസസും ഉണ്ട്. അപ്പൊ ആ കേസസും നമ്മൾ ബാലൻസ് ചെയ്യാൻ അവരെ നല്ല രീതിയിൽ റെഫർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പേഷ്യന്റിനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് മറ്റു ദോഷമൊന്നും വരാതെ നമ്മളത് റെഫർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോ നേരത്തെ എല്ലാ തവണത്തെയും പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, സെൽഫ് കെയർ, ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ വേണ്ടത്, അപ്പൊ നമ്മൾ മെഡിസിൻസിലോട്ട് പോയില്ല. അപ്പൊ ഇനി നമുക്ക് മെഡിസിൻ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ടോപ്പിക്ക് കണ്ടപ്പോഴോ തന്നെ നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഓടിപ്പോയിട്ടുണ്ടായിരിക്കുള്ള മെഡിസിൻസ് എന്തൊക്കെയായിരിക്കും? സ്റ്റാഫിസാഗ്രെ കാണും, ഇഗ്നേഷ്യ കാണും, നാട്രമൂർ കാണും, കൊണിയമാക്ക് കാണും, വെക്സോൾ കാണും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിപ്പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മൾ പറയല്ലോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. അപ്പോ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും അസുഖത്തിന്, ഫാറ്റി ലിവറിന് ചികിത്സിക്കാൻ വന്നവരായിക്കോട്ടെ, റീനൽ കാൽക്കുലേക്ക് വന്നവരായിട്ട്, അലർജിക് റൈനൈറ്റിസിന് വന്നവരായിക്കോട്ടെ, എന്തെങ്കിലും റീസൺ, അല്ലെങ്കിൽ BP നോക്കാൻ വന്നവരായിക്കോട്ടെ, നമുക്ക് മനസ്സിലായി അവർക്ക് ഈ കംപ്ലൈന്റ് ഉണ്ട് എന്ന് മനസ്സിലായാൽ, അവർ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. 2, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ തമ്മിലൊരു ഗ്യാപ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഹസ്ബൻഡ് വൈഫും കല്യാണം കഴിഞ്ഞ് ഒരു 6 months or 8 months തന്നെ ആയിട്ടുള്ളൂ. HDFC മാനേജറാണ് വൈഫ്. ഹസ്ബൻഡ് വന്നിട്ട് ആയുർവേദ ഡോക്ടറാണോ ഫാർമസി അതെനിക്ക് ക്ലിയർ അല്ല, എന്തോ ആണ്. അപ്പൊ ഈ കുട്ടിക്ക് ഇതാണ് അസുഖം, പക്ഷെ അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ അഫയർ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലീഗലി വേറെ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് ഇയാളുമായിട്ട് അടുക്കുന്നില്ല, അതുകൊണ്ട് പുള്ളിക്കാരന് ഡിവോഴ്സ് ആണ്. ഓക്കെ, അതായത് പറ്റിച്ചു, വഞ്ചിച്ചു, പിന്നെ എനിക്ക് കുറച്ച് നിറം കുറവാണ്, അവള് നല്ല സുന്ദരിയാണ്, അപ്പൊ അവൾക്ക് ചിലപ്പോൾ എന്നെ പറ്റുന്നില്ലായിരിക്കാം, അങ്ങനെയൊക്കെ വരുന്ന കേസസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷം കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള പിരിഞ്ഞു പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ, ശരിക്കും അവരെ നമ്മൾ യുണൈറ്റഡ് ആയിട്ട് വിടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം. അപ്പൊ നമ്മള് മെഡിസിൻ ആസ്പെക്റ്റിലേക്ക് അപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് അറിയാമെങ്കിൽ, നമ്മൾ അതിന് ക്യാപ്പബിൾ ആണ്, സർട്ടിഫൈഡ് ആണെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട ആൾക്കാർക്ക് അത് വിടാം. പിന്നെ നമ്മൾ ഇന്റർപേഴ്സണൽ സ്കില്ല്, അതായത് പേഴ്സണൽ സ്കില്ലും ഇംപ്രവൈസ് ചെയ്യണം, ഇന്റർപേഴ്സണൽ സ്കില്ലും ഇംപ്രവൈസ് ചെയ്യണം. ഈ 2 സ്കില്ലും ഈ പറഞ്ഞ മാതിരി നമ്മളത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തേ മതിയാവും. പിന്നെ ഇതൊരു ട്രോമയൊന്നുമല്ല, നമുക്ക് ഉറപ്പായിട്ട് ഇതിന്ന് പുറത്ത് കടക്കാം എന്നുള്ള ഒരു അഷുറൻസ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ നമുക്ക് മെഡിസിൻസിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നമുക്കൊരു ഐശ്വര്യം. ഓക്കെ, അല്ല നമ്മൾ പെട്ടെന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് സെപ്പിയ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തെറാപ്യൂട്ടിക്സിന്റെ കാര്യത്തിലും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിക്കവാറും ഉള്ള സീനിയർ ഡോക്ടേഴ്സിന്റെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ IFPHലെ എല്ലാ ക്ലാസ്സസും, അത് ഏത് ഡിസീസിൻ്റെതാണെന്നുള്ളതല്ല, എല്ലാ സീനിയർ ഡോക്ടേഴ്സിന്റെ ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കാറുമുണ്ട്. അപ്പം അതിൽ നിന്നും കിട്ടിയതുകൊണ്ട്, അല്ലാതെ കോളേജിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ വായിച്ചതോ ആയിട്ടുള്ള ഏതൊരു ആസ്പെക്റ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ സെപ്റ്റിയ നമുക്ക് കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് സെപ്റ്റിയ 10 ഒരു ഡോസ് നമുക്ക് ധൈര്യമായിട്ട് ഇത്തരക്കാർക്ക് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇൻഡിഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സിംറ്റംസ് എടുത്തു വരുമ്പോഴും നമുക്കത് അങ്ങനെ തന്നെ വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വാക്സോളിന്റെ കാര്യം പറഞ്ഞു. വാക്സോളിന്റെ കാര്യത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞല്ലോ ബേണിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ബേണിങ് ആൻഡ് ത്രോബിങ് പെയിൻ, എക്സ്റ്റേണൽ ജെനിറ്റൽസിന്റെ അവിടെ സഹിക്കാൻ പറ്റാത്ത നീറ്റലും അവിടെ ഇങ്ങനെ തുടിക്കുന്ന പോലെ തോന്നും എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മള് വാക്സോള് ഉറപ്പിക്കണ ഈ കണ്ടീഷനിൽ ഉറപ്പിക്കണ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പറയാന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരാശ്വാസം ഉണ്ട് ഡോക്ടർ. അപ്പൊ നമ്മൾ ചോദിക്കും വേറെ എന്തൊക്കെ ചെയ്യും, അത് അങ്ങനെ അവർ
കാണിക്കുന്നത് കൊണ്ടാണ് എനിക്കത് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഡോക്ടർ ഇങ്ങനെ കാന്തി നീറ്റിലെടുത്ത് വയ്യാതെ അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് അനങ്ങാതെ നിന്ന് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് ഡോക്ടറെ. അപ്പൊ ഞാൻ അടുക്കളയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് അത് മെക്സോളാണ്. ഓക്കെ. പിന്നെ ഈ ഒരു ബാണിങ് സെൻസേഷൻ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാല് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് അത് ആ ഏരിയ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായ ഒരു ചൊറിച്ചിലുണ്ടായിരിക്കുക, ചൊറിഞ്ഞ് അവിടെയൊക്കെ അടരുക, ഇങ്ങനെ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് മെക്സോള് കൊടുക്കാം. മെക്സോള് ഞാൻ സാധാരണ 200 അല്ലെങ്കിൽ 1 ആണ് കൊടുക്കാറ്, ഒരു ഡോസ് ആണ് കൊടുക്കാറുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ആ ഒരു ലേബിയൽ ഏരിയയിൽ വന്നിട്ട് കട്ടിംഗ് പെയിൻ പറയുന്ന കേസസ് ഉണ്ട്. അപ്പൊ ആ കട്ടിംഗ് പെയിനിൽ നമുക്ക് കൊണിയം കൊടുക്കാൻ പറ്റും. കൊണിയം നമ്മൾ മുൻപ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള പോലെ ഇത് എന്താ പറയാ, ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വിഡോ ആയിട്ടുള്ള ആൾക്കാർ, അതും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരുപാട് കാലമായിട്ട് ഇല്ലാതിരുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് എന്ത് അസുഖമാണെങ്കിലും ഇപ്പൊ എന്റെ ഒരു ആസ്പെക്റ്റിൽ എന്ത് അസുഖമാണെങ്കിലും നമുക്ക് ഇന്നതൊക്കെ കൊടുക്കാം എന്ന് നമുക്ക് തോന്നിയാലും, ഇപ്പൊ ഇന്നലെ വന്നൊരു കേസാണ്. ആ അമ്മയ്ക്ക് ഫാറ്റി ലിവറും റുമാറ്റിസമാണ്. അപ്പൊ ഇങ്ങനെ കഥയൊക്കെ കേട്ട് കൽക്കേറിയ കാർബ് വണ്ണം കൊടുക്കാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ആ അമ്മേനോട് ഏറ്റവും ലാസ്റ്റ് ഞാൻ സാധാരണ ഇതൊക്കെ ആദ്യം ചോദിക്കുന്നതാണ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവസാനം വന്ന ഒരാളായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇടാനുള്ള ഉദ്ദേശത്തിൽ. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ് മരിച്ചിട്ട് 1 വർഷമായി. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഭർത്താവ് മരിച്ചിട്ട് 1 വർഷമായി, പക്ഷെ നിങ്ങൾ തമ്മിൽ അത്ര ടേംസിലായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചത് അമ്മ കരയാൻ തുടങ്ങി, അവർ സെപ്പറേറ്റഡ് ആയിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഞാൻ വേറെ ഒന്നും അമ്മയ്ക്ക് കൊടുത്തില്ല, കൊണിയമ്മക്ക് 1 ഡോസ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് വന്നൊരു മെസ്സേജാണ്, ഈശ്വരൻ അനുഗ്രഹിക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റി. അപ്പൊ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞാണ് വരാൻ പറഞ്ഞത്, ഞാൻ നാളെ തന്നെ വരും എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് കിട്ടി. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് പിന്നെ ചില സമയത്ത് നമുക്ക് ഒരു ഗട്ട് ഫീൽ ഉണ്ടാവും, ഇവർക്ക് ഇന്നത് കൊടുക്കാം എന്നൊരു ഗട്ട് ഫീൽ നമുക്ക് ഉണ്ടാവും. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് പോലും മാറ്റി ഇത് കൊടുക്കാം എന്നുള്ള ആ ഒരു ഫീല് ഉണ്ടായിരിക്കും. പിന്നെ ആഫ്റ്റർ മെൻസസ് ഭയങ്കരമായിട്ട് ഇച്ചിങ് വരുന്ന കേസും നമുക്ക് അതും കൊണിയം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ എപ്പിസ് നമുക്കറിയാം, സ്റ്റിങ്ങിങ് പെയിൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എപ്പിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിയ പൾസാറ്റില ഫോളിക്കുലിന് നമുക്ക് കൊടുക്കാം. ഫോളിക്കുലിന് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ സ്റ്റാഫി എന്തായാലും കൊടുക്കുമല്ലോ, നമ്മൾ സ്ത്രീകളെ കൂടുതലും നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കാം. അപ്പൊ സ്റ്റാഫി വരുമ്പോ എന്ന് പറഞ്ഞാൽ സ്റ്റിങ്ങിങ് പെയിന് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ഇമോഷണൽ ട്രോമ, സപ്രസ് ഇമോഷൻസ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ എടുക്കുന്ന മൈൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അവര് ഫർണിഷ് ചെയ്തും പോളിഷ് ചെയ്തും അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചും ഒക്കെ ആയിരിക്കും അവര് പറയാ. അപ്പൊ അവര് ആ ഒരു ട്രോമ വന്നതിന് ശേഷം അവർ എന്ത് ആക്ഷൻ എടുത്തു, ആ എടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങളിൽ നിന്നാണ് ആക്ച്വലി നമുക്ക് അവരെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പൂജ നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാം, ക്രിയോസോട്ടം കൊടുക്കാം, നാട്രമൂർ കൊടുക്കാം, ഹെലോണിയസ് കൊടുക്കാം, ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ കാൽക്കേറിയ കാർബ് ആണെങ്കിൽ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ട്, പിന്നെ ബാണിങ്, സോർനസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ വയലന്റ് ഇച്ചിങ് കൂടുതൽ ഈവനിങ്ങിലാണ് കാൽക്കേറിയ കാർബിൽ ആ ഇച്ചിങ് കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബെറിബെറിസ് വൾഗാരിസ് പക്ഷെ ഞാൻ പൊട്ടൻസി കൊടുക്കാറില്ല, ടിഞ്ചർ ആണ് കൊടുക്കാറുള്ളത്. ആ ബെറിബെറിസ് വൾഗാരിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ മോഷൻ കൊണ്ട് അഗ്രവേഷൻ വരുന്ന കേസസിൽ ബേണിംഗ് പെയിൻ. അപ്പൊ ഞാൻ നേരത്തെ സ്റ്റാൻഡ് സ്റ്റില്ലിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവർ ഈ ബെറിബെറിസ് വൾഗാരിസ് ആൾക്കാർ എന്ത് പറയുന്ന പറഞ്ഞാല്, ഡോക്ടറെ ഒന്നിനും പറ്റാതെ വരുമ്പോ ഞാൻ ഓടിപ്പോയി കാലിങ്ങനെ ചേർത്ത് വെച്ച് അങ്ങ് കടക്കും. അങ്ങനെ കുറച്ച് നേരം കടന്നു കഴിയുമ്പോ എനിക്ക് കുറച്ചിങ്ങനെ പിടുത്തം വിട്ട പോലെ തോന്നും. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ബെറിബെറിസ് വൾഗാരിസ് ടിഞ്ചർ 10 തുള്ളി 2 നേരം 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളത്തിൽ എടുക്കാൻ പറയാറുണ്ട്. പിന്നെ പ്ലാറ്റിന, നീ ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ പ്ലാറ്റിന ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ആ ഒരു സെൻസിറ്റീവ്നെസ്സിന് വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ പ്ലാറ്റിന ഉണ്ട്. എക്സ്ട്രീം ഫോർനെസ്സും സെൻസിറ്റീവ്നെസ്സും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുക.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബെലഡോണ. ബെലഡോണ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷനും സെൻസിറ്റിവിറ്റി കണക്കിലെടുത്താണ് കൊടുക്കുന്നത്. പിന്നെ ബെലഡോണയുടെ വേറൊരു ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര പെയിൻ ആയിട്ട് വരുമ്പം നമുക്ക് ഞാൻ അങ്ങനെ സിംഗിൾ മെഡിസിൻ കൊടുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ആളുമാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ബെലഡോണ വണ്ണം എന്റെ ഒരു ഫേവറേറ്റ് മെഡിസിൻ ആണ്. ബെലഡോണ വണ്ണം നമുക്ക് ഇപ്പൊ എന്ത് കണ്ടീഷൻ ആയിട്ട് വന്നാലും എന്റെ ഒരു ഇതിൽ നമുക്ക് പാലിയേറ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞ അനാൾജസിക് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അനാൾജസിക് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ബെല്ലൊണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് വൾവോഡൈനിയല് നമ്മള് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ദിവസം ഞാൻ ഓടിച്ചു പോവാതെ ഒരു 5 മിനിറ്റ് നേരത്തെ കട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കേസസ് എന്നെക്കാളും നന്നായിട്ട് ഒരുപാട് കേസ് ട്രീറ്റ് ചെയ്ത ആൾക്കാർ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. പക്ഷെ ജൂനിയേഴ്സിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ ഏതെങ്കിലും നമ്മൾ ഇതുവരെ ചികിത്സിച്ചിട്ടില്ലാത്ത ഒരു മേഖല അല്ലെങ്കിൽ വലുതായിട്ട് അങ്ങനെ പേഷ്യൻസ് വരുമോ എന്ന് നമുക്ക് ആശങ്കയുള്ള ഒരു മേഖല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് നിങ്ങൾ ഒരു 6 months 1 year അല്ലെങ്കിൽ ഒരു 2 വർഷമോ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ പേഷ്യൻസ് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. നമുക്ക് 2-3 ഒക്കെ ആയിരിക്കും കിട്ടുക. കുഴപ്പമില്ല. ആ 2-3 എന്നുള്ളത് നമുക്ക് ആരടുത്തൊക്കെ ചോദിക്കാൻ പറ്റുമോ, ഏതൊക്കെ ബുക്ക് വായിക്കാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അക്വയർ ചെയ്ത് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ആ 5 പേഷ്യന്റ് നമുക്ക് കിട്ടിയതിൽ നിന്ന് 1-2 പേഷ്യന്റ് അത് ക്യൂർ ആയിപ്പോകും. അവര് നമുക്ക് തരുന്ന ആ ഒരു ഫെയിം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വൾവോഡൈനിയ എന്നല്ല, എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശൈല മാഡം ഇത് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഇങ്ങനെ ആരും എടുക്കാത്തതോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സോ എന്നുള്ളതല്ല. നമ്മൾ ജൂനിയേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ തന്നെ മുന്നോട്ട് വരണം, നമ്മൾ നന്നായിട്ട് പഠിക്കണം, നമ്മൾ നന്നായിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. എന്നിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ മാതിരി അലോപ്പതിക്ക് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിനേക്കാൾ മേലെയല്ല താഴെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ഞാനത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റ് ഇല്ല, ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു നമ്പർ ഓഫ് ഡിസീസസ് ഉണ്ട്. ആ ഡിസീസസിന് നമ്മളൊരു 5 ഡിസീസ് എല്ലാം എടുക്കണമെന്നൊന്നുമില്ല, ഒരു 5 ഡിസീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മുടെ ക്ലിനിക്ക് ഒറ്റ മുറിയാണെങ്കിൽ പോലും ഗ്ലോബലി നമുക്ക് മെഡിസിൻസ് പാക്ക് ചെയ്ത് അയക്കാനുള്ള വേണ്ട, നമ്മളൊരു 15 മിനിറ്റ്സോ 30 മിനിറ്റ്സോ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നോക്കുന്ന ഒരു പേഷ്യൻസിന്റെ ഇൻറ്റു 10 ടൈംസ് ഒരു 20 ടൈംസ് നമുക്ക് ആ റവന്യൂ അല്ലെങ്കിൽ ഫെയിം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതെന്റെ ടോപ്പിക്കിലുള്ളതല്ല, എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ ഡോക്ടറെ, നല്ല ഉപദേശങ്ങളും നല്ല ക്ലാസ്സും എല്ലാം നന്നായിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേഗത്തിൽ തന്നെ വന്നാൽ അഭിപ്രായങ്ങളോ അത്യാവശ്യം സംശയങ്ങളോ 6 മിനിറ്റേ ഉള്ളൂ. എങ്കിലും ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ട് സാറെ അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. വളരെ നന്നായിരുന്നു. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. വളരെ സന്തോഷം തോന്നി. ഇത്ര നല്ലൊരു ക്ലാസ് എടുക്കാൻ ഡോക്ടറെ കൊണ്ട് പറ്റിയതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കുന്നു. അതായത് എനിക്ക് പോലും അറിയാൻ മേലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. അതൊരു ഫീമെയിൽസിന്റെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലായി. പല കാര്യത്തിനകത്തും ഡിസീസില്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. കം അഗെയിൻ വിത്ത് അനദർ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോയത് ചുമ്മാ ഞാൻ കിടക്കാൻ പോയതാ. അന്നേരം ചുമ്മാ ഒന്ന് നോക്കാം ആരാ ഇന്നത്തെ ഡോക്ടർ വിജയാണെന്ന് കണ്ടപ്പോ മുഴുവൻ കേട്ടു. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു. ഇനി വേറുള്ളവർ പറയട്ടെ, വളരെ ചുരുക്കം സമയമുള്ളൂ, അതുകൊണ്ടാണ് സാറേ സന്തോഷം വന്ന അഭിപ്രായം പറഞ്ഞതിൽ. സാറ് പറഞ്ഞ പോലെ തന്നെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 5 മിനിറ്റ് ഉണ്ട്. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ഡോക്ടർ ഇങ്ങനത്തെ കേസുകളെല്ലാം ഡോക്ടർക്ക് കിട്ടുന്നുണ്ടോ ക്ലിനിക്കിൽ കൂടുതലായിട്ട്?
കിട്ടുന്നുണ്ട് മാഡം. ഇത് കിട്ടുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലും മലയാളീസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കണം. മലയാളീസിനേക്കാളും കൂടുതൽ നമുക്ക് കൂടുതലും കിട്ടാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ വിദേശ മലയാളികൾ നമുക്ക് കിട്ടാറുണ്ട്. കാരണം അവരത് ആ കൺസേൺ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. അതെങ്ങനെ ഈ ഓൺലൈനിൽ കൂടെ ട്രീറ്റ് ചെയ്യുമ്പോഴാണോ അതാണോ അങ്ങനെയാണോ കിട്ടുന്നത്? നമ്മൾ ട്രഡീഷണലി ഉള്ള പോലെ തന്നെ ആ ഒരു റെഫറൻസസ്, പിന്നെ ഓൺലൈനിൽ ഈ പറഞ്ഞ മാതിരി ഒരു തവണ നമ്മൾ ഇപ്പൊ കൗൺസിലിംഗ്, നമ്മൾ ട്രീറ്റ്മെന്റിനേക്കാളും ഒരു മോഡേൺ ആറെ കുറച്ചും കൂടെ നമ്മളിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാല് അവർക്ക് വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ള ആ ഒരു വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഫീലാണ് അവർക്ക്. അവർ ഭയങ്കരമായിട്ട് പാനിക് ആയിരിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. നമുക്ക് ആ ഒരു അഷ്വറൻസ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അവര് നമ്മുടെ അടുത്ത് എത്തും എന്നുള്ളതാണ്. അല്ല ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പറയണം, അവരെ എങ്ങനെ ഫസ്റ്റ് കിട്ടും? അങ്ങനെ നമുക്ക് കിട്ടുന്ന ആക്ച്വലി മാഡം, അതായത് എനിക്ക് വെബ്സൈറ്റ് ഇല്ല, ഒഫീഷ്യലി വെബ്സൈറ്റ് ഇല്ല. പക്ഷെ വെബ്സൈറ്റ് ഉള്ള ഒരുപാട് ഡോക്ടേഴ്സ് നമുക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവർ ഇതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ FB നിന്നോ അതോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്ന ഒരാള്, നമുക്ക് അറിയുന്ന ഒരാള്, അപ്പൊ അയാളുടെ റെഫറൻസിലായിരിക്കും നമുക്ക് അടുത്ത് അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ ഇപ്പൊ നമ്മൾ ഫ്രീ സെഷൻസ് ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ഇതിനെ കുറിച്ചുള്ള അവയർനെസ്സോ ക്ലാസ്സസോ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുമല്ലോ. അപ്പൊ ആ കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ യൂസ്. പിന്നെ ആക്ച്വലി ഇത് എല്ലാവർക്കും പറയണം എന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കുറച്ചു പേരുണ്ട്. അപ്പൊ ഇത് തുറന്ന് നമ്മളിത് ചെയ്യും. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അവരെ ട്രീറ്റ്മെന്റ് എടുക്കുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർക്ക് ഇങ്ങനെയുള്ള കേസുകൾ കൂടുതൽ. അല്ലാതെ ക്ലിനിക്കിൽ കാട്ടാക്കടയാണെങ്കിൽ എന്ത് തരത്തിലുള്ള കേസുകളാണ്? കാട്ടാക്കട മാഡം, കാട്ടാക്കടയിലും ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. ഈ പറഞ്ഞ മാതിരി അവര് ഒരു ഹസ്ബൻഡും വൈഫും ഇപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പോ ബുദ്ധിമുട്ടോ ഒക്കെ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ വൈഫ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് അത് ഓൾറെഡി പ്രെയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം വൈഫിനെ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അസുഖവും നല്ലത് ചീത്ത എന്നുള്ള എനിക്ക് ഈ പറഞ്ഞ മാതിരി നമ്മളടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സാരിയുടെ പ്ലേറ്റ് ഒക്കെ ഒന്ന് നേരെ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെർവസ് ആവുന്നു. അങ്ങനെ ഇല്ല, നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മളത് കറക്റ്റായിട്ട് കാട്ടാക്കട കാട്ടാക്കടയെന്നല്ല, ഞാൻ ആദ്യമായിട്ട് ഹൗസ് സർജൻസി സമയത്ത് നമ്മളിങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പോകുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ പോലും ഈ പറഞ്ഞ പോലത്തെ കേസസ് വരാറുണ്ട്. വളരെ എന്റെ ഒരു ടീച്ചർ എന്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. ഞാൻ കേസ് എടുത്തിട്ട് ഈ കേസ് നമ്മൾ കൊണ്ട് കാണിക്കുമല്ലോ, എടുത്ത കേസ്. അപ്പൊ സാർ അതിങ്ങനെ ഇങ്ങനെ സാറിന് അത് ഇഷ്ടപ്പെടുമെന്ന് അറിയാത്തോണ്ടാണ് ഞാൻ പേര് പറയാത്തത്. സാർ അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അന്ന് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പൊ സാർ എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ. അപ്പൊ സാർ എന്റെ അടുത്ത് വർഷങ്ങളായിട്ട് എന്നെ കാണാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ, അവര് പറഞ്ഞു, ഞാനത് എഴുതി വെച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല മാഡം. ഓക്കെ ഡോക്ടർ വിജി, അപ്പൊ ഇന്ന് ഒരു നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ സ്വപ്ന നജീബ് ഡോക്ടർ ഉണ്ടല്ലോ, പറയാമോ? നന്ദി പറയാമോ? സ്വപ്ന നജീബ് അൺമ്യൂട്ട് ചെയ്ത് നന്ദി പറയാമോ? സ്വപ്ന നജീബ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് നന്ദി പറയാമോ ഡോക്ടറെ? സ്വപ്ന നജീബ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനി അപ്പോ വേറെ ആരാണ്? ഞാൻ തന്നെ പറഞ്ഞേക്കാം മാഡം. അത് തന്നെ സാറിന്റെ ശിഷ്യയാണ്, എന്നാലും കുഴപ്പമില്ല, സാർ തന്നെ പറഞ്ഞാൽ എന്നാലും ഇതുപോലെ ഈ ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സിന്റെ ഇത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ധൈര്യമായിട്ട് ഇതുപോലെ നല്ലൊരു ക്ലാസ് എടുക്കാൻ, അതായത് ആംഗ്യഭാഷ, ശരീരഭാഷ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അത് വളരെയധികം നന്ദി. ഇതുപോലെ ഇനിയും വരിക, ഇതുപോലെയുള്ള നല്ല സബ്ജക്റ്റ്, ആരും ടച്ച് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ എടുക്കുക. എന്നാലും അത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ തന്നെ 10-40 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇനിയും വരിക,
അതുകൊണ്ട് IAPHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരു നല്ല ക്ലാസ് എടുത്തതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടി ഇത്ര നേരം കേട്ടിരുന്ന ഏകദേശം 10-40 പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നു IAPHന്റെ പേര്. താങ്ക് യു. എന്തായാലും സാറിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സാറിന് എന്തായാലും ആ ഒരു കോംപ്ലക്സ് ഒന്നുമില്ല. എന്താ എന്റെ ജൂനിയറാണ്, അവർക്ക് നന്ദി പറയുന്നത്. എന്തായാലും ആ ഒരു മഹാമനസ്കതയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കും. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ഇനിയും എന്താണ് ഈ വിഷയത്തിൽ ഈ മേഖലകളിൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അറിയാമായിരിക്കും. അങ്ങനെ അധികം ആരും ക്ലാസ് എടുക്കാത്ത വിഷയങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഇനിയും തീർച്ചയായിട്ടും വരണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ 1702 ദിവസം മലയാള വെബിനാർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഡോക്ടർ ശൈല ഡോക്ടർക്ക് ഒരു നന്ദി.